ഒരു ടെസ്റ്റിസ് നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ പിൽക്കാലത്ത് സന്തതികൾ ഉണ്ടാകുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വരാം. അതുമാത്രമല്ല, 2 ടെസ്റ്റിസും 2 സമയങ്ങളിലായി നഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ ആ പുരുഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശേഷിയും നഷ്ടമാകും. ടെസ്റ്റിക്കുലർ ടോർഷൻ എന്ന ഒരു എമർജൻസി ആയിട്ട് വരാവുന്ന അവസ്ഥയെക്കുറിച്ചിട്ട് പറയാം. അത് 10 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. വൃഷ്ണം അഥവാ ടെസ്റ്റിസ് അത് വൃഷ്ണസഞ്ചിയിൽ കിടന്ന് തിരിയുക. അത് തിരിയുവാനായി ജന്മനാ തന്നെയുള്ള ചില വ്യതിയാനങ്ങൾ ഉണ്ടാകും. ഗുബർനാക്കുലം എന്ന ഒരു പേശിയാണ് ടെസ്റ്റിസിനെ വൃഷ്ണസഞ്ചിയിൽ പിടിച്ചു നിർത്തുന്നത്. അത് അയഞ്ഞിരിക്കുകയോ അതിൻ്റെ അഭാവം മൂലമോ ടെസ്റ്റിസ് തിരിയുവാനുള്ള ഒരു സാധ്യതയേറുന്നു. ഒരു വശത്ത് തിരിഞ്ഞാൽ പിൽക്കാലത്തും മറ്റേ വശത്തും തിരിയാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ തിരിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകുന്ന രക്തക്കുഴലുകൾ, സിരകളും ധമനികളും പിന്നെ വാസ് എന്ന് പറയുന്ന ബീജവാഹിനി കുഴലും, ഇവ മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു തന്തു, അത് സ്വമേധയാ പിരിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള രക്തപ്രവാഹം നഷ്ടപ്പെടും. ഈ രക്തപ്രവാഹം നഷ്ടപ്പെട്ടാൽ ആ ടെസ്റ്റിസിൻ്റെ, ആ വൃഷ്ണത്തിൻ്റെ ജീവൻ പരമാവധി 4, 5, 6 മണിക്കൂർ കൊണ്ടോ നഷ്ടപ്പെട്ടേക്കും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്നതല്ല. അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യേണ്ട അവസ്ഥ വരും. അത്തരമൊരു വേദനയുണ്ടായാൽ അസഹനീയമായ വേദനയായിരിക്കാം. ആ വേദനയോടനുബന്ധിച്ച് മനംപരലും ഛർദിയും വൃഷ്ണത്തിൻ്റെ ആ ഭാഗത്ത് കൈ എത്തിക്കാൻ പോലും, തൊടാൻ പോലും വല്ലാത്ത വേദന ഉണ്ടാകുന്ന അവസ്ഥയും ഉണ്ടാകും. ഇത് ഏത് സമയത്ത് വേണമെങ്കിലും വരാം. ഒരുപക്ഷെ ഉറങ്ങുന്ന സമയത്തായിരിക്കാം. ഒരു രാത്രി 2 മണിക്കോ 3 മണിക്കോ പെട്ടെന്ന് വേദനയായിട്ട് എണീക്കാം. ചിലപ്പോൾ എന്തെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കുന്ന സമയത്തായിരിക്കാം. ഇന്ന കാരണം എന്നൊന്നും പറയാനില്ല. തിരിയുവാനുള്ള ഒരു സാധ്യത ജന്മനാ തന്നെ ഉള്ളതുകൊണ്ട് ഏത് സമയത്തും അങ്ങനെ സംഭവിക്കാം. സംഭവിച്ചാൽ ഈ പറയുന്ന പോലെ ഏതാനും മണിക്കൂർ മാത്രമേ നമുക്കത് രക്ഷപ്പെടുത്താനുള്ള ഒരു അവസരം കിട്ടുകയുള്ളൂ. ആ സമയത്തിനുള്ളിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റാതെ ജീവസുറ്റ ടെസ്റ്റിസായിട്ട് പ്രശ്നമായിട്ട് മാറും. ഇത് ഈ സമയപരിധിക്കുള്ളിൽ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ മുറിവ് അത് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് 1-2 സ്റ്റിച്ച് കൊണ്ട് അതിനെ ബന്ധിപ്പിക്കുക. അതുപോലെ തന്നെ മറുവശവും ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 2 വശവും സമാന രീതിയിലായിരിക്കും ജന്മന വരുന്നത്. ഇത് രക്ഷപ്പെടുത്തേണ്ട ആവശ്യം എന്നുള്ളത്, ഒരു ടെസ്റ്റിസ് നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ പിൽക്കാലത്ത് സന്തതികൾ ഉണ്ടാകുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും. അതുമാത്രമല്ല, 2 ടെസ്റ്റിസും പല സമയങ്ങളിലായി 2 സമയങ്ങളിലായി നഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ ആ പുരുഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശേഷിയും നഷ്ടമാകും. വളരെ ശ്രദ്ധിച്ച് കൃത്യസമയത്തിനുള്ളിൽ തന്നെ വേണ്ട പരിചരണം ചെയ്യേണ്ടി വരുന്നതായിരിക്കും. എല്ലാ ടെസ്റ്റിസ് വേദനയും ഇതേപോലെ പിരിഞ്ഞതാവണമെന്നില്ല. പല കാരണങ്ങളുണ്ട്. നീർക്കെട്ട് വരുന്നത്, മുണ്ടിനീരിനോടനുബന്ധിച്ച് വരുന്നത്, ഇതുപോലുള്ള ഇൻഫെക്ഷൻസ്, അത്തരം പല അവസ്ഥകളുമുണ്ട്. പക്ഷെ പെട്ടെന്ന് വരുന്ന വേദന, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വേദന ശക്തിയായിട്ട് വരും. അരമണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് അസഹനീയമായിട്ട് വരും. അതിനെ താൽക്കാലികം ആയിട്ടുള്ള മരുന്നും ഇഞ്ചക്ഷനും എല്ലാം എടുത്ത് അതിനെ നേരിടുകയല്ല വേണ്ടത്. ഉടനെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സർജിക്കൽ വിഭാഗത്തിലോ ഡോക്ടറോ കുട്ടികളുടെ സർജനെയോ അതല്ലെങ്കിൽ യൂറോളജിസ്റ്റിനെ തന്നെയോ കണ്ട് ഉടനെ തന്നെ അതിൻ്റെ പ്രതിവിധി തേടേണ്ടതാണ്.